നമസ്കാരം. റാഫ്ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ പലതരത്തിലുള്ള റൂമറുകൾ പ്രചരിക്കുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. താരങ്ങളുടെ പുറത്തേക്കുള്ള പോക്ക്, ഇൻകമിങ്, വിദേശ സൈനിങ് ഒക്കെയായിട്ട് വളരെ സജീവമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പേര് ട്രാൻസ്ഫർ മാർക്കറ്റിൽ. ഇന്നും പോയി ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരു താരം ബ്രൈസ് മിരാൻഡ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണിൽ ഇന്റർ കാശിയിലേക്ക് പോയല്ലോ. അങ്ങനെ പല താരങ്ങൾ ഇപ്പോൾ പോയി കഴിഞ്ഞു. ഒരു വിദേശ താരത്തെ ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി. മോണ്ടിനെഗ്രൻ താരമായിട്ടുള്ള ഡ്യൂസൻ ലഗാറ്റർ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്തു. ഇന്ന് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും മൂവ്മെന്റുകൾ അകത്തേക്കും പുറത്തേക്കും ബ്ലാസ്റ്റേഴ്സിൽ സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ഡൊമസ്റ്റിക് സൈനിങ് ഈ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഉണ്ടാകുമെന്ന് ഇന്നലെ മാർക്കസ് മെർഹുലാവ് സ്ഥിരീകരിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ആശിഷ് നേഗി അദ്ദേഹത്തിന്റെ കേൽ നൗവിലെ ലൈവിൽ കുറെ കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അതിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വിദേശ താരത്തെ കൂടി സൈൻ ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. KBFC മൈറ്റ് സൈൻ അനദർ ഫോറിൻ പ്ലെയർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന് കിട്ടിയ സോഴ്സുകൾ അനുസരിച്ച് അദ്ദേഹം പറയുകയാണ്. അതുകൂടി അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു വിദേശ താരത്തെ കൂടി ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ ആര് പുറത്തേക്ക് പോകും എന്നുള്ളതൊക്കെ കണ്ടറിയണം. കോയഫിൻ്റെയും പെപ്രയുടെയും പേരുകളൊക്കെയാണ് എന്തായാലും ഇപ്പോൾ ചർച്ചയിലുള്ളത്. ഇനി കഴിഞ്ഞില്ല, ബ്ലാസ്റ്റേഴ്സിലേക്ക് ഡൊമസ്റ്റിക് സൈനിങ് വരുന്നു. അത് ഏത് പൊസിഷനിലേക്ക്? കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഡൊമസ്റ്റിക് വിങ്ങറെ സ്വന്തമാക്കാനാണ് എന്ന് തന്നെ ആഷിഖ് നേഗി പറയുന്നു. സോ ആ വിങ്ങർ ആരായിരിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ബിപിൻ സിംഗ് വരുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. പക്ഷേ അതിനുള്ള സാധ്യത തുലോം കുറവാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം. കാരണം ഹ്യൂജ് മണിയാണ് ട്രാൻസ്ഫർ ഫീ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് നിലവിലെ ക്ലബ്ബ് ചോദിക്കുന്നത്. സോ വലിയൊരു തുക, 5 കോടിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു തുക ബിപിൻ സിംഗിന് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്ഫർ നടന്നേക്കാനുള്ള സാധ്യതയില്ല. പിന്നെ എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്തായി കോച്ചിൻ്റെ കാര്യം എന്നുള്ളതാണ്. ഈ നിലവിൽ നമുക്കറിയാം തോമസ് ഷോർസും പുരുഷോത്തമനും TG പുരുഷോത്തമനും ചേർന്നിട്ടാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഹെഡ് കോച്ച് ആരായിരിക്കും, ആ സെർച്ചിനെ കുറിച്ച് വേണ്ട വിധത്തിലുള്ള ഇൻഫോർമേഷൻസ് ഇല്ല എന്ന് വേണം കരുതാൻ. അത്രയധികം വിവരങ്ങൾ ആശിഷ് നേഗിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലൈവിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ സീക്രട്ടായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചിൻ്റെ സെർച്ചിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ അടുത്ത സീസണിലേക്ക് കോച്ചിനെ കൊണ്ടുവരാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടാകും. ഇപ്പോൾ തോമസ് ഷോർട്സിനെ സംബന്ധിച്ചിടത്തോളം ഹീസ് ഗെറ്റിംഗ് പ്രോ ലൈസൻസ്. അങ്ങനെ സംഭവിക്കുമ്പോൾ KBFC അദ്ദേഹത്തെ ഹെഡ് കോച്ച് ആക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ മറ്റ് ISL ടീമുകളോ ലീഗ് ടീമുകളോ ഒക്കെ ഭാവിയിൽ അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. പുരുഷോത്തമൻ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പം കോച്ചിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വരുന്നില്ല എന്നർത്ഥം. എന്തായാലും ഇനിയൊരു വിദേശ സൈനിങ് നടന്നാൽ അത് ആര് പോകും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ്. എന്നാലും ഡൊമസ്റ്റിക് സൈനിങ്ങിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഒഫീഷ്യൽ വിവരങ്ങളല്ല എന്നുള്ളത് വീണ്ടും അറിയിക്കുകയാണ്. ട്രാൻസ്ഫർ റൂമറുകളാണ് ഈ പങ്കുവച്ചിട്ടുള്ളത്. വിശ്വാസയോഗ്യമായ ഒരു സോഴ്സ് എന്ന നിലയിലാണ് കേൽ നൗവിനെ നമ്മൾ കാണുന്നത്. ആശിഷ് നേഗിയുടെ ലൈവിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അത്രയധികം വിശ്വാസത്തോടു കൂടി എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സിൽ എത്താം.